നമസ്കാരം. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ ഒരു വല്ലാത്ത കൺഫ്യൂഷനിലാണല്ലേ? ഒരു ഭാഗം നോക്കിയാൽ ചാർട്ടുകളൊക്കെ പറയുന്നത് താഴോട്ട് പോകും, വിറ്റോ എന്ന്. പക്ഷേ മറുഭാഗത്ത് ഗ്ലോബൽ സിഗ്നലുകൾ മുകളിലേക്ക് പോവാനുള്ള സൂചനയും തരുന്നു. അപ്പോൾ അടുത്ത ദിവസം ശരിക്കും എന്ത് സംഭവിക്കും? ഈ വിപരീത സൂചനകളെ നമുക്ക് എങ്ങനെയൊന്ന് ഡീകോഡ് ചെയ്യാം? വാ നമുക്ക് നോക്കാം. ഓക്കെ, തുടങ്ങുന്നതിന് മുൻപൊരു ചെറിയ ഡിസ്ക്ലെയിമർ. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പഠിക്കാനുള്ള വിവരങ്ങൾ മാത്രമാണ് കേട്ടോ. ഇതൊരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. നിങ്ങൾക്കറിയാലോ, സ്റ്റോക്ക് മാർക്കറ്റിൽ നഷ്ടസാധ്യതകൾ ഒരുപാടുണ്ട്. പിന്നെ നമ്മൾ ഈ അനാലിസിസ് ചെയ്യുന്നത് മാർച്ച് 23, 2024 വരെയുള്ള ഡേറ്റ വച്ചിട്ടാണ്. ഈ ഉള്ളടക്കം തയ്യാറാക്കാൻ ഞങ്ങൾ AI ടൂളുകളും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓർമ്മയിൽ വെക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. ചാർട്ടുകൾ നോക്കിയാൽ ഒരു സംശയവുമില്ല, വിൽക്കൂ വിൽക്കൂ എന്ന് ഉറക്കെ പറയുന്ന പോലെയുണ്ട്. നല്ലൊരു സെൽ സിഗ്നലാണ്. പക്ഷെ അപ്പം തന്നെ ഒരു വലിയ മുന്നേറ്റം വരാൻ പോകുന്നെന്ന സൂചനകളും കിട്ടുന്നു. ഇതെന്തൊരു കഥയാണല്ലേ? ഈ കൺഫ്യൂഷൻ എവിടെന്ന് വരുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. കാരണം അറിയാലോ, ഇതുപോലെയുള്ള മാർക്കറ്റിൽ ലാഭമുണ്ടാക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ് കയ്യിലുള്ള കാശ് പോകാതെ നോക്കുന്നത്. ശരി, അപ്പോൾ നമുക്ക് ആദ്യം ചാർട്ടുകൾ തന്നെ നോക്കാം. പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കുമ്പോൾ എന്താണ് കഥ എന്ന് നോക്കാം. അപ്പോൾ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ ക്ലിയറാണ്. ഒന്നാമത്തെ കാര്യം, നിഫ്റ്റി അതിന്റെ ഡൗൺവാർഡ് ട്രെൻഡിംഗ് ചാനൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. താഴേക്ക് വന്നുകൊണ്ടിരുന്നൊരു പാതയിൽ നിന്ന് പുറത്തു ചാടിയെന്ന് പറയാം. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി അതിൻ്റെ ഒരു പ്രധാന ഹൊറിസോണ്ടൽ സപ്പോർട്ട് ലെവലും തകർത്തു. അതായത് ഇത്രയും നാൾ വിലയെ താങ്ങി നിർത്തിയെന്നൊരു ലെവൽ, അതും പോയി. ടെക്നിക്കലായി പറഞ്ഞാൽ ഇതൊക്കെ വില ഇനിയും താഴേക്ക് പോകുമെന്ന് സൂചിപ്പിക്കുന്ന ക്ലാസിക് ബെയറിഷ് സിഗ്നലുകളാണ്. ഇതിൽ കൂടുതലൊരു ഷോർട്ട് സിഗ്നൽ കിട്ടാനില്ല. പക്ഷേ ഇവിടെയാണ് ശരിക്കുള്ള ട്വിസ്റ്റ്. ഒരു സൈഡിൽ നമ്മുടെ ചാർട്ടുകൾ പറയുന്നു ഷോർട്ട് ചെയ്യൂ, അതായത് വില താഴോട്ടു പോകും, വിൽക്കൂ എന്ന്. എന്നാൽ നേരെ ഓപ്പോസിറ്റ്, രാത്രിയിലെ സിഗ്നലായ ഗിഫ്റ്റ് നിഫ്റ്റി പറയുന്നത് എന്താണെന്നോ? നാളെ മാർക്കറ്റ് വലിയൊരു ഗ്യാപ്പ് അപ്പിൽ, അതായത് ഇന്നലത്തെ ക്ലോസിങ്ങിനേക്കാൾ ഒരുപാട് മുകളിൽ തുടക്കുമെന്ന്. ഇത് ശരിക്കും ലോങ് പോകാനുള്ള സിഗ്നലാണ്. അതായത് വാങ്ങിക്കോ, മുകളിലേക്ക് പോകുമെന്ന്. നോക്കൂ, ഒരേ സമയം മുകളിലോട്ടും താഴോട്ടും സിഗ്നലുകൾ. എന്തല്ലേ? ഓക്കെ, ചാർട്ടുകൾ നമ്മളെ കൺഫ്യൂഷനാക്കി. അപ്പോൾ നമുക്ക് അടുത്ത വഴി നോക്കാം. യഥാർത്ഥ പണം എങ്ങോട്ടാണ് ഒഴുകുന്നത്? അതായത് ഈ മാർക്കറ്റിലെ വലിയ കളിക്കാർ, ബിഗ് ബോയ്സ്, അവരെന്ത് ചെയ്യുന്നു എന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ, അതായത് തിങ്കളാഴ്ചത്തെ ഓപ്ഷൻസ് ഡേറ്റ നോക്കിയാൽ ഒരു രസമുണ്ട്. FIIകളും, അതായത് വിദേശ സ്ഥാപനങ്ങളും പ്രൊഫഷണൽ ട്രേഡർമാരും ഒരുമിച്ചാണ്. അവരെന്താ ചെയ്തേ? കോളുകളും വിറ്റു, പുട്ടുകളും വിറ്റു. സിമ്പിളായി പറഞ്ഞാൽ മാർക്കറ്റ് അധികം മുകളിലോട്ടും പോവില്ല, അധികം താഴോട്ടും പോവില്ല, ഒരു റേഞ്ചിനുള്ളിൽ തന്നെ കടക്കും എന്നതിലാണ് അവരുടെ ബെറ്റ്. അതേസമയം നമ്മളെപ്പോലെയുള്ള റീറ്റെയിൽ ട്രേഡർമാർ എന്താ ചെയ്തത്? കോളുകളും വാങ്ങി, പുട്ടുകളും വാങ്ങി. അതായത് മാർക്കറ്റിൽ എങ്ങോട്ടെങ്കിലും ഒരു വലിയ മൂവ്മെൻ്റ് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നേരെ വിപരീതം. അപ്പോൾ ഇതിൻ്റെയെല്ലാം ആകത്തുക എന്താണെന്ന് വെച്ചാൽ, രസകരമായൊരു കാര്യമാണ്, അന്നത്തെ ദിവസം മാർക്കറ്റിലെ എല്ലാവരും ഒരുമാതിരി ന്യൂട്രലായിരുന്നു. വലിയ കളിക്കാർക്ക് പോലും അടുത്തത് എങ്ങോട്ടാണെന്ന് ഒരു പിടിയുമില്ല. അതുകൊണ്ട് അവരൊരു സേഫ് ഗെയിം കളിച്ചു എന്ന് മാത്രം. പക്ഷേ ഒരു ദിവസത്തെ ഡാറ്റ മാത്രം വെച്ച് നമ്മളൊരു നിഗമനത്തിലെത്തരുത്. കുറച്ചുകൂടി വലിയ ചിത്രം നോക്കിയാൽ കഥ മാറുന്നുണ്ട്. FIIകൾ ഇപ്പോഴും നല്ല ബേറിഷാണ്. അവരുടെ കയ്യിൽ 2 ലക്ഷം നെറ്റ് കോൾ ഷോട്ടുണ്ട്. അതായത് മാർക്കറ്റ് മുകളിലോട്ട് പോകില്ല എന്നതിലാണ് അവരുടെ വലിയ പന്തയം. പോരാത്തതിന് ക്യാഷ് മാർക്കറ്റിൽ നിന്ന് അവർ 10,500 കോടി രൂപയുടെ ഓഹരികൾ വിറ്റൊഴിക്കുകയും ചെയ്തു. അപ്പോൾ ഈ കളിയിൽ ആകെപ്പാടെ ബുള്ളിഷായിട്ട്, അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്ന് വിശ്വസിക്കുന്നതാരാ? റീറ്റെയിൽ ക്ലയന്റുകൾ മാത്രം. അപ്പോൾ സ്ഥിതി എന്താ? ചാർട്ടുകൾ താഴോട്ട് പോകുമെന്ന് പറയുന്നു, വലിയ കളിക്കാർക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഒരു സാധാരണ ട്രേഡർ എന്ത് ചെയ്യും? നമുക്ക് നാളത്തേക്കുള്ളൊരു ഗെയിം പ്ലാൻ ഉണ്ടാക്കാൻ നോക്കാം. ഈ ഒരു വാചകം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു ഓപ്ഷൻ റൈറ്റിംഗ് മാർക്കറ്റല്ല. എന്നുവെച്ചാൽ ഓപ്ഷൻസ് വിറ്റ് പ്രീമിയം കളക്ട് ചെയ്യാൻ പറ്റിയ സമയം അല്ല ഇത്. കാരണം മാർക്കറ്റ് ഇപ്പോൾ ഒരു അമർത്തിവെച്ച കോയിൽ സ്പ്രിംഗ് പോലെയാണ്. ഏതെങ്കിലും ഒരു വശത്തു നിന്നും ഒരു ചെറിയ വാർത്ത വന്നാൽ മതി, അത് പൊട്ടിത്തെറിക്കുന്ന പോലെ ഒരു വശത്തേക്ക് കുതിച്ചുയരും. അതുകൊണ്ട് അനാവശ്യ റിസ്ക് എടുക്കേണ്ട സമയമല്ല ഇത്. നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സമയമാണ്. അതുകൊണ്ട് നമുക്ക് ഇഫ് ദെൻ രീതിയിലുള്ള ഒരു പ്ലാൻ വേണം. വളരെ സിമ്പിൾ. ഒന്നാമത്തെ കണ്ടീഷൻ, നാളെ മാർക്കറ്റ് 23,300 എന്ന ലെവലിന് മുകളിലാണ് ഗ്യാപ്പ് അപ്പിൽ തുറക്കുന്നതെങ്കിൽ ഷോർട്ട് ചെയ്യാനേ പാടില്ല. കാരണം ആ ബ്രേക്ക് ഡൗൺ ഫെയിലായി മാർക്കറ്റ് തിരിച്ച് ചാനലിനുള്ളിൽ കയറി. അപ്പം നമ്മളൊന്നും ചെയ്യാതെ വെറുതെ കാത്തിരിക്കുക. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, മാർക്കറ്റ് 22,800 താഴെയാണ് ഗ്യാപ്പ് ഡൗൺ ആവുന്നതെങ്കിൽ ആ ചാർട്ടിലെ ബ്രേക്ക് ഡൗൺ കൺഫേമായി. അപ്പോൾ ഒരു ഷോർട്ട് ട്രേഡ് എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സാഹചര്യത്തിൽ ഓപ്ഷൻസ് വാങ്ങാൻ പോകരുത്. കാരണം വോളാറ്റിലിറ്റി കാരണം പ്രീമിയം ഭയങ്കര കൂടുതലായിരിക്കും.
അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ച ഈ ആശയക്കുഴപ്പങ്ങൾക്കിടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതാണ്. എപ്പോഴാണോ മാർക്കറ്റിൽ നമുക്കൊരു ക്ലാരിറ്റി ഇല്ലാത്തത്, അപ്പോൾ നമ്മുടെ ട്രേഡിന്റെ സൈസ് കുറയ്ക്കുക, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. കയ്യിലുള്ള കാശ് സംരക്ഷിക്കുക എന്നതാണ് എപ്പോഴും ഒന്നാമത്തെ കാര്യം. വലിയ പന്തയങ്ങൾ വെക്കാനുള്ള സമയമല്ല ഇത്. പോകുന്നതിന് മുൻപ് അവസാനമായി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ട്രേഡിംഗ് എന്ന് പറയുന്നത് വലിയ റിസ്ക്കുള്ള ഏർപ്പാടാണ്. ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. എപ്പോഴും നിങ്ങളുടെ സ്വന്തം റിസർച്ച് ചെയ്യുക. വേണമെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറോടും സംസാരിക്കുക. അതിനുശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. പിന്നെ ഈ ഒരു അനാലിസിസ് തയ്യാറാക്കിയത് AI-യുടെ സഹായത്തോടെയാണ്. അവസാനമായി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സിഗ്നലുകൾ തരുന്ന ഒരു കൺഫ്യൂഷൻ നിറഞ്ഞ മാർക്കറ്റിൽ ചിലപ്പോൾ ഏറ്റവും നല്ല ട്രേഡെന്ന് പറയുന്നത് ഒരു ട്രേഡും ചെയ്യാതിരിക്കുന്നതായിരിക്കുമോ? ചില സമയങ്ങളിൽ ഏറ്റവും മികച്ച നീക്കം ഒരു നീക്കവും ചെയ്യാതിരിക്കുന്നതാണ്. ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. അടുത്ത തവണ കാണുന്നതുവരെ നന്ദി.